ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തക്കാളിയും ക്യാപ്സിക്കും എല്ലാം കൂടി ഇട്ടിട്ട് ചെറിയൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച് 2 സവാള ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ഞാൻ ഓൾറെഡി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ സവാളയുടെ കൂടെ എടുത്തിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് 4 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഒരു ടൊമാറ്റോ, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത്, ഇത് മൂന്നും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ബേബി ടൊമാറ്റോസ് ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തിട്ടത്. നിങ്ങളിടുമ്പോൾ നമ്മുടെ സാധാരണ ഒരു തക്കാളി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. നമുക്കിനി ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഓൾറെഡി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ നേരം വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തക്കാളി വേവിച്ചെടുക്കാൻ നേരത്ത് അത് ലോ ഫ്ലെയിമിൽ വെക്കണം. അതേപോലെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്.
ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.